നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ബെല്ലാരിയിൽ തന്നെയാണ്. ബെല്ലാരിയിൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് നാലാമത്തെ ദിവസം ബെല്ലാരിയിൽ തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ. ഇപ്പം ബെല്ലാരിയിൽ നിന്ന് ഇനിയിപ്പം അടുത്ത ലോഡായിട്ട് പാലക്കാടേക്കാണ് ലോഡ്. പാലക്കാട് കഞ്ഞിക്കോടേക്കാണ് ലോഡ് കിട്ടിയത്. അപ്പോൾ ഈ ലോഡുമായിട്ടാണ് ഞങ്ങൾ വരാൻ പോകുന്നത്. കഞ്ഞിക്കോടേക്കാണ്. അപ്പം ഇവിടെ 5 ദിവസമായെന്ന് പറയുമ്പം ഈ ഒരു കമ്പനിയിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഇവിടുത്തെ JSWൻ്റെ പ്ലാന്റാണിത്. JSW സ്റ്റീൽ ഉണ്ടാക്കുന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റിൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കടമ്പകളുണ്ട്. വണ്ടിയുടെ എല്ലാ വർക്കുകളും തീർത്തിട്ടുണ്ടാവണം. അതായത് ഇലക്ട്രിക്കൽ വർക്ക് മെയിനായിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ വണ്ടി അകത്തേക്ക് കയറ്റത്തുള്ളൂ. ഹൈ ബീം, ലോ ബീം, പാർക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, റിവേഴ്സ് സോണ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കറക്റ്റായിരിക്കണം. ഇല്ലെങ്കിൽ വണ്ടി അകത്ത് കയറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയം എടുത്തത്. ഈ വണ്ടിയുടെ പല കാര്യങ്ങളും കറക്റ്റ് ആവുന്നുണ്ടില്ല, റിവേഴ്സ് സ്വിച്ച് കറക്റ്റ് ആവുന്നുണ്ടായില്ല, അങ്ങനെയൊക്കെ പല പ്രാവശ്യമായിട്ട് ഒരുപാട് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം 3 ദിവസം ഇവിടെ നിന്നതിന് ശേഷം ഇപ്പം 4ാമത്തെ ദിവസമാണ് ലോഡ് ആയിട്ട് ഞങ്ങൾ അടുത്തത് പാലക്കാടേക്ക് പോകാൻ പോകുന്നത്. ഇവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞത് TMT സ്റ്റീലാണ്. TMT സ്റ്റീലാണ്. ഇത് 10mm 8mm 2 ടൈപ്പിൽ സ്റ്റീലാണ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതിനെ ലോക്ക് ചെയ്തേക്കുന്നത് ഇതേമാതിരി ചെയിൻ ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പോൾ ഇതേമാതിരി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിനെ സേഫ്റ്റി ചെയ്യുന്നത്. അപ്പം ഇതേമാതിരത്തെ 10mmൻ്റെയും 8mmൻ്റെയും സ്റ്റീലുകളായിട്ടാണ് ഇന്ന് വരുന്നത്. ഇത് ടോട്ടല് എല്ലാം കൂടെ 55 ടണ്ണാണ് നമുക്ക് കയറ്റാവുന്നത്. ഇതിൽ അത്രയും വെയിറ്റ് ഇല്ല. ഇപ്രാവശ്യം നമ്മൾ സ്റ്റേറ്റ് വിട്ട് പോകുന്നതുകൊണ്ട് 2 സ്റ്റേറ്റുകൾ കടന്നു പോകുന്നതുകൊണ്ട് ഇതിന് വെയിറ്റ് കുറവായിരിക്കും. കറക്റ്റ് വെയിറ്റേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ഓവർ വെയിറ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത്. അപ്പം അടുത്ത ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇതെല്ലാം റെഡിയാക്കിയിട്ട് പോയതാണെങ്കിലും ഇപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ലോ ബീം വർക്ക് ചെയ്യാതെ ഇപ്പം ഇതുകൊണ്ട് ഇപ്പോൾ നൈറ്റൊക്കെ ഓടേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലോ ബീം ശരിയാക്കണം. അതേമാതിരി അവിടെ വെച്ച് പാർക്കിങ്ങിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടയറിന് ഒരു കല്ല്, കല്ലല്ല, ഒരു ആണിയിൽ ഒരു റിവിറ്റ് മാതിരത്തൊരു സംഭവം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊരിയെടുത്തപ്പോഴേക്കും അതിന് ചെറിയൊരു ലീക്ക് മാതിരി കണ്ടു. അപ്പോൾ അത് വെച്ചിട്ട് ഇനി വണ്ടി മുന്നോട്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ 2 ദിവസം കിടന്നിരുന്ന അതേ സ്ഥലത്ത് പാർക്കിങ്ങിൻ്റെ അവിടെ വന്നിട്ട് ഇതിൻ്റെ ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കാം. ടയർ അയച്ചിട്ട് ഇത് ടയർ മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ടയർ മാറില്ല, പഞ്ചർ ഒട്ടിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. കാണിച്ചു തരാം പഞ്ചർ ഒട്ടിക്കുന്നത്. പഞ്ചർ കടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇദ്ദേഹമാണ് പഞ്ചർ മാറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പഞ്ചർ, സൂചി പഞ്ചർ മാതിരിയുള്ള, എന്നാലും അത് ചെയ്തിട്ട് പോയില്ലാണ്ടെങ്കിൽ വഴിയിൽ വലിയ ബുദ്ധിമുട്ടാവും. ഇത്രയും ലോഡൊക്കെ വെച്ച് ടയറൊക്കെ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ഉടനെ മേടിച്ച് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പഞ്ചർ ഒട്ടിക്കാം എന്ന് വിചാരിച്ച് വണ്ടി നിർത്തി. അതിൻ്റെ കൂട്ടത്തിൽ ഇനി കഴിക്കണം. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. അപ്പം 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ മാതിരി തന്നെ വണ്ടിയുടെ ആയിട്ടുള്ള ഒരുപാട് പണികളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ആ പണി തീർക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള ഒരു സങ്കടം ഉണ്ടല്ല. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു സാധനം ഇവിടെ മിസ്സിങ് ഉണ്ട്. അത് നോക്കണം. ഇക്കാ, ഇതിനകത്തൊരു സാധനം മിസ്സിങ് ഉണ്ടല്ലോ, ഒരു ബക്കറ്റ്. 2 ബക്കറ്റ് കൂടി ഒരുമിച്ചിട്ട് കെട്ടി വെച്ചല്ലേ? ആണല്ലേ? ഞാൻ പഠിച്ച സ്കൂളിലല്ല പഠിച്ചത്. 2 2ആയിട്ട് കെട്ടാതെ ഒരുമിച്ച് കെട്ടിയിട്ടേക്കാം. ഒറ്റ ബക്കറ്റ് ഒറ്റ ഇതിനകത്ത് കെട്ടിയിട്ട് ഇതിനകത്ത് പറഞ്ഞതിനകത്ത് വെള്ളം പിടിച്ച് വെക്കണേ. വെള്ളം പിടിക്കണ്ടേക്കാ. ഇക്കാ, ആരാ വെള്ളം പിടിക്കണേ? വെള്ളം പിടിക്കണ ആരാ അതിന്?
നിനക്ക് വേറെന്താ പണി? ഞാനല്ല വണ്ടി ഓടിക്കണേ. ഒരു പണിയും ചെയ്യൂല, എന്നിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചു വെക്കാൻ പറ അതുപോലും ചെയ്യത്തില്ല നീ. ഫുൾ പണി എന്നെ കൊണ്ട് ചെയ്യിക്കും. വെറുതെ പറയണ പാവ ലോല ഹൃദയം. വേണ്ട, അവിടെ നിന്ന് ഫോണിൽ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതെ, ബാക്കി 2 ഫ്രണ്ട്സും കൂടി വന്നായിരുന്നു ഇന്ന് എൻ്റെ കൂടെ. വേറെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ലോഡിങ്ങിനായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതേമാതിരി ഇന്നലെ ആകെ മൊത്തം ഡെസ്പായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 2 പിള്ളേർ ഇവിടെ വന്നു. പുതിയതായിട്ടല്ല, ഒരു മാസമായി വണ്ടിക്കകത്ത് കയറിയിട്ട്, ഇവിടുത്തെ വണ്ടിക്കകത്ത് കയറിയിട്ട്. അപ്പോൾ അവർ വന്നായിരുന്നു. അവർ വന്ന് ഇതേമാതിരി വണ്ടി അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കണ്ട ഉടനെ തന്നെ അയ്യോ ഇത് ജിജോ കോശി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഇവിടെ കണ്ടിട്ടില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പരിചയം ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വണ്ടിക്കകത്ത് കയറി. വണ്ടിക്കകത്ത് മുഴുവൻ തുണികളൊക്കെ കഴുകിയിട്ടൊക്കെയാണ്. ഇപ്പോൾ കാണാൻ പറ്റും, വേണ്ട തുണിയൊക്കെ കഴുകി ഉണക്കായിട്ടൊക്കെയാണ്. വേറെ നടപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കകത്ത് തന്നെയാണ് കഴുകലും വണ്ടിക്കകത്ത് കഴുകി ഇതിനകത്ത് തന്നെ ഉണക്കാനായിട്ടൊക്കെ. ഇതിപ്പോൾ റാം ജാക്കറ്റ് കാര്യങ്ങൾ ആ കമ്പനിക്കകത്ത് കയറുമ്പോൾ ഉപയോഗിക്കേണ്ടതായിരുന്നു. റാം ജാക്കറ്റ് വേണമായിരുന്നു, സേഫ്റ്റി ഷൂ വേണമായിരുന്നു, സേഫ്റ്റി ഗ്ലൗസ് ഉപയോഗിക്കണം, ഹെൽമെറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം ഇതൊക്കെ സംഭവം സെറ്റാക്കി ഇപ്പോൾ തിരിച്ച് ഇവിടെ വന്നേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ 2 പിള്ളേർ വന്നു. അപ്പോൾ അവർ ജിൻസും പിന്നെ അജിത്ത് എന്ന് പറഞ്ഞിട്ട് 2 പേര്. അപ്പോൾ അവർ വണ്ടിയായിട്ട് വന്നാൽ അപ്പോൾ അവരിങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇതേമാതിരി ചേട്ടൻ ജിജോ പേര് ഓർക്കണില്ല. അപ്പോൾ പിള്ളേരുടെ ഞാൻ ജിജോ കോശി അത് ചേട്ടൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് നേരത്തെ ഒരു പ്രാവശ്യം ഇതേമാതിരി A2Z അവിടെ വെച്ചിട്ട് ഒരു ഇതിന് പോയപ്പം അവിടെ വെച്ചിട്ടും ഇതേമാതിരി വേറെ 2 പേര് പറഞ്ഞായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ആൾക്കാർ കാണുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പിന്നെ വീഡിയോ ചെയ്യാൻ. അവൻ്റെ കൂടെ നിന്നിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോന്നു ലോഡിങ് കഴിഞ്ഞിട്ട്. അപ്പം അവൻ്റെ കൂടെ വീഡിയോയ്ക്ക് വരണം. അവൻ ഇപ്പം വരും. വന്നു കഴിയുമ്പോഴേക്കും അവനെയും കൂടി ചേർത്തിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തണം. കാരണം ആദ്യമായിട്ട് കണ്ടതാണ്. നമ്മുടെ തന്നെ അവൻ പറയുകയും ചെയ്തത് ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. വണ്ടി ഫീൽഡിൽ തന്നെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയാം, പക്ഷെ ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് അവൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം അവനെ കാണിക്കാൻ ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വഴിയിൽ കിട്ടുമായിരിക്കും. ആളെയും കാണിച്ചു തരാം. ആളൊരു വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. 2 പേര്, അവരും 2 പേരാണ് ഒരു വണ്ടിയിൽ. നമ്മുടെ തന്നെ കമ്പനി വണ്ടി തന്നെ, SVTയുടെ തന്നെ കമ്പനി വണ്ടിയാണ്. ഓക്കെ, അപ്പം മറ്റു വിഷയങ്ങൾ കാണാം. ഇപ്പം വിശന്നിട്ട് വയ്യ. രാവിലെ തൊട്ട് പിന്നെ ഓരോ പണിയും കാര്യങ്ങളും, വണ്ടിയുടെ ലോഡ് ചെയ്ത് ഇതൊക്കെ കെട്ടി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ റഹീമിക്കും പറയാണ്, വേറെ രാജേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നല്ലോ എപ്പോഴും. അതിനകത്ത് രാജേഷ് ഇവിടെ ഉണ്ട്. അവന് ഇച്ചിരി പണിയുണ്ട് വണ്ടിക്ക്, അതിനു വേണ്ടി പോയേക്കാം. അപ്പം ഞാനും ഇക്കയും കൂടി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഈ ഒരു ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഹോട്ടലാണ്, ചെറിയൊരു സംഭവം. ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഹോട്ടലുകളാണ് ഉണ്ടാവുള്ളൂ. കർണാടകയിൽ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെയാണ് JSW സ്റ്റീല്, JSW സിമെൻറ്റ്, ഇതിൻ്റെ എല്ലാം പ്ലാന്റുകൾ ഇവിടെയാണ്. ബെല്ലാരി തോറങ്കൽ എന്ന് പറഞ്ഞ സ്ഥലം, തോറങ്കൽ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വഴിയെ കാണാം. നോക്കട്ടെ, ഓക്കെ, എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് വഴിയിൽ. ഓക്കെ, പാച്ചിടുന്ന പരിപാടിയാണ്. തമിഴ് പറയും, വേറെ ഭാഷയാണ്. ಅಣ್ಣ ತೆಲುಗು ಇಲ್ಲ ಕನ್ನಡ. ನೀವು ಕನ್ನಡಿಗನಾ? ಕನ್ನಡಿಗ ನೀವು?
തെലുങ്ക് തെലുങ്ക് തമിഴ് മലയാളം हिंदी आता है हाँ एक टायर करने वाले को 4 भाषा आता है റേഡിയൽ ഫ്ലാപ്പാണ് रेडियल पाच ഇപ്പൊ ടയർ തിരിച്ച് കയറ്റുകയാണ് അകത്തുള്ളത് പുറത്തേക്കാക്കി പുറത്തുള്ളത് അകത്തേക്കോ തിരിക്കണം തിരിച്ച് കറക്റ്റ് ചെയ്യണം കറക്റ്റ് അതിൻ്റെ ഹോള് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള വണ്ടിക്കാർ ഒരു രക്ഷയില്ല കേട്ടോ ഇതേമാതിരത്തെ വണ്ടിക്കാരുടെ ഹോണായത് എയർ ഹോൺ മാത്രമേ അടിക്കത്തുള്ളൂ ഇത് കൊണ്ടുപോകണ ഇരുമ്പയർ കൊണ്ടുപോകണ ഇരുമ്പയര് ഈ വണ്ടിക്കകത്ത് ഇതിനകത്തേക്കുള്ള അയൺ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ അയിര് അത് ഇത് ചെയ്ത് കന്നം ചെയ്ത് കൊണ്ടുപോകുന്ന കാണുന്ന വണ്ടികൾ പിന്നെ ടയറുകൾ കണ്ട എല്ലാം ചുമന്നിരിക്കും വണ്ടി തന്നെ ചുമന്നിരിക്കും ചിലപ്പോൾ ആ ടയർ അപ്പോഴേക്കും കയറ്റി കഴിഞ്ഞു ടയറ് മറ്റേ വീല് വിട്ട് മറ്റേ ഇത് വിട്ട് എല്ലാം കഴിഞ്ഞു നമ്മളാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കും ഇന്ന് രാവിലെ കഴിച്ചതിന് ശേഷം നാളെ കഴിക്കാൻ പോണ സാധനമാണ് ലസ്സി ലസ്സി കുക്കറിലാണ് ഈച്ചുണ്ട് ഈച്ച ഒരു രക്ഷയില്ല ഇന്നലെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാക്കാം ഇച്ചിരി കൊണ്ട് തുറന്നു പോയി ധരിക്കുക കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് പോകണം പിന്നെ കാണാം കഴിക്കണ മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല നിങ്ങൾ കൊതി വെക്കില്ലേ വേണ്ട ബെല്ലാരിയിൽ സൂര്യൻ അസ്തമിക്കാറായി പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പറഞ്ഞമാതിരി അവിടെ നിന്നൊരു ലസ്സി കിട്ടി പക്ഷേ ഇക്കയ്ക്ക് ലസ്സി കുടിക്കാൻ പറ്റില്ല പറഞ്ഞമാതിരി തണുപ്പാണ് തണുപ്പ് എനിക്കും പറ്റില്ല പക്ഷേ ഇനിയിപ്പം കഴിച്ചിട്ടാണ് ഈ പ്രശ്നമാവും എന്നുള്ളതുകൊണ്ട് ആ ലസ്സി മേടിച്ച് കുടിച്ചു അവിടെ വേറെ ഒന്നുമില്ല റസ്കും ചായയേ ഉള്ളൂ അത്ര അങ്ങോട്ട് എനർജി വരും ലസ്സി ആകുമ്പോൾ നല്ല എനർജി കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ലസ്സി കുടിച്ചത് അത് 30 രൂപ ഉള്ളൂ ഒരു ലസ്സിക്ക് അടിപൊളിയാണ് രണ്ട് ലസ്സി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള എനർജിയോ അത്രയും എന്താ പറയണത് പ്രോട്ടീനും കാര്യങ്ങളൊന്നും കയറിക്കോളും അപ്പോൾ അത് മതി എന്ന് കയറി ഇനിയിപ്പോൾ അവിടെ ATM ഉണ്ട് ATM കുറച്ചങ്ങനെ നടക്കണം ATM പോയി കുറച്ച് പൈസയൊക്കെ എടുക്കണം കാരണം ഇനി പോകുമ്പം ചെക്ക് പോസ്റ്റ് വഴിയിൽ പോലീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പൈസയൊക്കെ കൊടുക്കണം പൈസ കൊടുത്തേ പോകാൻ പറ്റുള്ളൂ ഇനി ചെക്ക് പോസ്റ്റിലൊക്കെ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ATM നിന്ന് പൈസ എടുക്കണം ഇക്ക് അഡ്വാൻസ് ഇട്ടായിരുന്നോ ബില്ല് അയച്ചില്ലായിരുന്നോ ബില്ല് അയച്ചില്ലേ
ആ അതിൻ്റെ അഡ്വാൻസ് വരണ്ടേ ഇനി ട്രിപ്പിൻ്റെ? ആ ഇതിൻ്റെ ലോഡ് എടുത്തതിൻ്റെ ബില്ല് അതിൻ്റെ അഡ്വാൻസ് വരും ഇനിയിപ്പം. ലോഡ് എടുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ബില്ല് വരും. ബില്ലെല്ലാം കൂടി അയച്ചു കൊടുത്ത് കഴിയുമ്പം ഓരോ ട്രിപ്പിനും അതേമാതിരി അഡ്വാൻസ് ഇട്ട് വരും. അതിനകത്ത് ആ ചിലവിനുള്ള കാശും മറ്റു കാര്യങ്ങളെല്ലാം കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് ചിലപ്പം ഒരു 10,000 രൂപ ഇട്ട് വരുമായിരിക്കും, ചിലപ്പോൾ 15,000 രൂപ ഇട്ട് വരും. അപ്പോൾ ഒരു ചിലപ്പോൾ 5,000 രൂപ 6,000 രൂപ അങ്ങനെയൊക്കെ ഇട്ട് വരും. ഇപ്പോൾ ഇതിനകത്ത് ചെക്ക് പോസ്റ്റ് 3 ചെക്ക് പോസ്റ്റ് വരും. 3 ചെക്ക് പോസ്റ്റിലേക്ക് 1,000 3,000 രൂപ ചിലവ്. പിന്നെ വേറെ പോലീസിൻ്റെ എക്സ്പെൻസ്, ടോൾ ഓൾറെഡി കട്ടായി പോവും മറ്റേ ഇതിനകത്തുനിന്ന് ഫാസ്റ്റാഗിൽ നിന്ന്. ബാക്കിയുള്ള പൈസ നമുക്ക് ചിലവിനായിട്ട് വെക്കാം. പിന്നെ ഇവിടുന്ന് വിട്ടാൽ നാളെ വൈകിട്ടാകുമ്പോഴേക്കും പാലക്കാട് ചെല്ലും. ഇത് ഇവിടുന്ന് ആണ്ട് 600-700 കിലോമീറ്റർ അങ്ങോട്ടാ. പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ കഞ്ഞിക്കോട് അവിടെ ലോഡ് ഇറക്കുക, ഇക്ക വണ്ടിയും കൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ ക്രിസ്മസ് അതിൻ്റെ പേരിൽ ഇറങ്ങി നേരെ വീട്ടിലേക്കും പോകും. ഇക്കൊക്കെ അതിൻ്റെ വിഷമമാണ് ഞാൻ പോവും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എങ്ങനെയാടാ ഒറ്റക്കെന്നും പറഞ്ഞുകൊണ്ടിരിക്കാം. ഒറ്റക്കൊന്നുമല്ല, വേറെ കമ്പനിയുണ്ട് ഇഷ്ടംപോലെ, വണ്ടിക്കാരുണ്ട്. അതിൽ ഇഷ്ടംപോലെ വണ്ടിയുള്ള കമ്പനിയാണ്. അപ്പോൾ കൂടെ എപ്പോഴും വണ്ടിക്കാരുണ്ട്, ഒരിക്കലും ഒറ്റക്കായി പോവില്ല. അങ്ങനെയാണ്. അത് മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കമ്പനിയിൽ. നല്ല 2 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ലോഡാവും. ലോഡായി കഴിയുമ്പോൾ അറിയാൻ പറ്റും എങ്ങോട്ടേക്കാണ് അവരുടെ ലോഡ് എന്നുള്ളത്. പോവും. ഇതൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെ രീതികളാണിത്. ഇന്ന് ബെല്ലാരിയുടെ പരിപാടി വരുന്നത് നേരെ പാലക്കാട് നിന്ന് ചിലപ്പോൾ ഇനി അടുത്തത് കോയമ്പത്തൂർക്ക് തന്നെ ആയിരിക്കും. പാലക്കാട് ലോഡ് ഇറക്കി കോയമ്പത്തൂർക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്നായിരിക്കും അടുത്ത ലോഡ് ഉണ്ടാവുക. അധികം വെയിറ്റിങ്ങും ചെയ്യേണ്ടി വരില്ല. ഓക്കെ, അപ്പോഴേക്കും കോയമ്പത്തൂർ വന്ന് ലോഡ് എടുക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും, അടുത്ത വണ്ടി എടുത്തിട്ട്. അയ്യങ്കാരെ വിളിച്ച് പറഞ്ഞേക്കാം. അവിടുത്തെ മാനേജറാണ്. മാനേജറെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വണ്ടി റെഡിയാക്കിയിട്ടേക്കും. അവിടെ ചെന്ന് അതിൻ്റെ പണിയെല്ലാം തീർത്ത് ഒരു 2 ദിവസം അവിടെ കിടന്ന് ആ പണിയെല്ലാം തീർത്ത് അതിനെ ക്ലിയർ ചെയ്ത് ആ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ലോഡാവും. നോക്കട്ടെ. ഇന്നിപ്പോൾ ഈ രാത്രി വരെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ഇന്നലെ രാത്രി വണ്ടി റെഡിയാക്കി കിട്ടി. ഇന്നലെ രാത്രി വണ്ടി റെഡിയാക്കി കിട്ടി കഴിഞ്ഞപ്പോഴേക്കും നേരെ ടേൺ ഇട്ടു. ഇവിടുത്തെ ടേൺ ഇട്ട് നേരെ പാർക്കിങ്ങിൽ പോയി അവിടുത്തെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കമ്പനിക്കകത്തേക്ക് കയറി ചെന്നു. അവിടെ ഒരു 1 മണിക്കൂർ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും കമ്പനിയുടെ അകത്തേക്ക് കയറി ചെല്ലാൻ, ലോഡിങ് പോയിന്റിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ലോഡിങ് പോയിന്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് ലോഡ് ചെയ്തു. 1 മണിക്കൂർ കൊണ്ട് ലോഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. രണ്ടാമത്തെ ലോഡിങ്ങിൻ്റെ പോയിന്റിൽ ചെന്നു. ആ ലോഡും ഒരു 1/4 മണിക്കൂർ കൊണ്ട് അതും കഴിഞ്ഞു. രാവിലെ ആയപ്പോഴേക്കും ലോഡെല്ലാം ഫുള്ള് കയറി നേരെ വേ ബ്രിഡ്ജിൽ വന്ന് തൂക്കി തിരിച്ച്. അത് കൊള്ളാം. അപ്പോൾ അത് 30 ഫീറ്റാണ്. 20 ആണത് അല്ലേ? 20 അല്ലേ? ഇത് 20 ഫീറ്റാണ്. അത് ചെറിയ വണ്ടി. അത് നമ്മുടെ അതിൻ്റെ ഡബിള് 40. അപ്പം അത് കഴിഞ്ഞിട്ട് ബ്രിഡ്ജിൽ കൊണ്ടുവന്ന് വേ ചെയ്തു, ബില്ലടിച്ചു. ഞങ്ങളുടെ ട്രാക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം ഇവിടുത്തെ ചെറിയ പണിയുണ്ടായി. വണ്ടി അകത്ത് കയറി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ ലോബീം പോയായിരുന്നു. ലോബീം ശരിയാക്കാൻ പറഞ്ഞു. ലോബീം ശരിയാക്കിച്ച് പുറത്ത് കൊണ്ടുവന്ന് ഒരു ടയർ പഞ്ചർ ഉണ്ടായിരുന്നു, അതാണ് കാണിച്ചത്. ഇപ്പോൾ ഇതിന് വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ ടയർ പഞ്ചർ ഒട്ടിച്ചു. അത് കഴിഞ്ഞപ്പം പരിപാടിയെല്ലാം തീർന്നു. ഇനിയിപ്പോൾ ATM പോയി പൈസ എടുക്കണം.
ഇക്കയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. നേരെ അടുത്ത പരിപാടി തുടങ്ങുകയാണ്. അപ്പം അടുത്ത ഓട്ടം ബെല്ലാരിയിൽ നിന്ന് പാലക്കാടേക്കാണ്. അത് പോകുന്ന റൂട്ട് നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ, പാലക്കാട്, ഇതാ റൂട്ട്. ഓക്കെ, വഴിയിലേക്കാണ് ഇനി. ഒരു കാര്യം കൂടി, നമ്മുടെ 2 കൂട്ടുകാർ ഇവിടെ വന്നു എന്ന് പറഞ്ഞില്ലേ, അവരുടെ ലോഡ് ഒരുപാട് ലേറ്റായി. ഞങ്ങളുടെ കൂട്ടത്തിനുണ്ടായിരുന്നു, പക്ഷെ അവിടെ വെച്ച് കമ്പനിക്കകത്ത് വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ കൂട്ടത്തിനുണ്ടായ ആൾ ഇപ്പോൾ പുറത്തേക്ക് വരും. കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ബില്ലായി. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് വരികയാണെങ്കിൽ ഈ വീഡിയോ തന്നെ കാണിച്ച് അവരെയും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, നോക്കട്ടെ, അവരെ വെയിറ്റിങ്ങിലാണ്. അവരുടെയും കൂടി സെയിം ഡയറക്ഷനിൽ ഇപ്പോൾ പാലക്കാടേക്ക് തന്നെയാണ് ആ ലോഡെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഈ ട്രിപ്പ് ഫുൾ ഓടുന്നത്. അപ്പം കാണാം. ഇവിടെ ഒരു ATM ഉണ്ട്. ആ ATM വരെ പോകുന്ന. അപ്പോൾ ATM നിന്ന് പൈസ എടുത്തിട്ട് ഞങ്ങൾ പതിയെ മുന്നോട്ട് പോകാൻ നോക്കാം. ഓക്കെ എന്നാൽ ബൈ.